അനുജ, ഈ രൂപനഗരത്തിലെ ജനങ്ങളുടെ സംരക്ഷണം നിറവേറ്റുക എന്നതാണ് അങ്ങയുടെ കർത്തവ്യം. ജീവൻ എടുക്കുന്നതല്ല. സേനാപതി, കുമാരന്റെ ആയുധ പരിശീലനം എങ്ങനെ നടക്കുന്നു? വളരെ നന്നായി നടക്കുന്നു മഹാരാജൻ. യുവരാജന്റെ ആയുധ ശിക്ഷണം പൂർണ്ണമായിരിക്കുന്നു. മഹാരാജൻ, നാം അഭിമാനത്തോടെ പറയുകയാണ്, കുമാരൻ നമ്മുടെ രൂപനഗരത്തിലെ ധീരനായ ഗദാധാരി ഭീമനെ ഗദായുദ്ധത്തിൽ പരാജയപ്പെടുത്തിയിരിക്കുന്നു. അതിന്റെ അർത്ഥം വ്യക്തമായല്ലോ. കുമാരദേവൻ യുദ്ധത്തിൽ നമ്മുടെ ശത്രുവിന് ജയിക്കുവാൻ അവസരം നൽകുകയില്ല. കുമാരന്റെ അസാധാരണമായ ധീരത നാം യുദ്ധഭൂമിയിൽ വെച്ച് നേരിട്ട് വ്യക്തമായി കണ്ടതാണ്. അഥവാ കുമാരനില്ലായിരുന്നുവെങ്കിൽ നാം ഇപ്പോൾ ജീവിച്ചിരിക്കില്ലായിരുന്നു. വീണ്ടും വീണ്ടും അങ്ങ് അതേ കാര്യം പറയുകയാണോ പിതാശ്രീ? ഇക്കാര്യം പറയരുതെന്ന് എത്ര തവണ നാം അങ്ങയോട് പറഞ്ഞതാണ്. അനുജ, അനുജ, നാം ഇന്ന് ഏറെ സന്തോഷത്തിലാണ്. ഇന്ന് നീ അത് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. പിതാശ്രീക്ക് ശേഷം യോഗ്യനായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നീ മാത്രമാണ്. അവിടുത്തെ വിശ്വാസം തകരാൻ നാം അനുവദിക്കില്ല. നാം ആർജിച്ച സകല വിദ്യ കൊണ്ടും നമ്മുടെ ശക്തി കൊണ്ടും ഈ രാജ്യത്തിന്റെ രക്ഷ നിർവഹിക്കുന്നതാണ്. അനുജ, ഈ ഗദ വളരെ ഭാരമുള്ളതാണോ? നാം പറയാതെ തന്നെ ജ്യേഷ്ഠത്തി അത് മനസ്സിലാക്കിയല്ലോ. ജ്യേഷ്ഠത്തി, അവിടുന്ന് ഒരു തവണ ഈ ഗദയൊന്ന് കയ്യിൽ ഉയർത്തി നോക്കിക്കോളൂ. ഇല്ല അനുജ, നമ്മെ കൊണ്ട് സാധിക്കില്ല. അവിടുന്ന് ഒരു തവണ കയ്യിലൊന്ന് എടുത്തു നോക്കൂ. ഇതാ. വിചിത്രമാണല്ലോ, ഭാരം തോന്നുന്നേ ഇല്ല. ഇല്ലില്ല, ഇതാരും മനസ്സിലാക്കരുത്. കണ്ടില്ലേ ജ്യേഷ്ഠത്തി, നാം ജ്യേഷ്ഠത്തിയെ എപ്പോഴും ഇതുപോലെ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കും. നാം ഇന്ന് ഉദ്ഘോഷിക്കുകയാണ്. നാം നാളെ രൂപനഗരത്തിന്റെ ഭാവി രാജാവിന്റെ നാമം ഏവരുടെയും മുന്നിൽ വെളിപ്പെടുത്തുന്നതാണ്. രാജാവോ അതോ റാണിയോ? എന്നാൽ അഥവാ നാം രൂപവതിയെ അനന്തരാവകാശിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ പ്രജകൾ ഈ തീരുമാനത്തിൽ സന്തുഷ്ടരാകുമോ? മാതേ, പിതാശ്രീയുടെ ആരോഗ്യം വീണ്ടും മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അധികം സുഖം പ്രാപിക്കുന്നതേയില്ല. നാം എന്തു ചെയ്യും? നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. രാജവൈദ്യൻ വളരെയേറെ പരിശ്രമം ചെയ്തു കഴിഞ്ഞു. എന്നാൽ യാതൊരു വ്യത്യാസവും സംഭവിക്കുന്നില്ല. അവിടുന്ന് പോയതിനു ശേഷം പിതാവ് തന്നെയാണ് നമ്മെ പരിപാലിച്ചത്, അല്ലേ? ഇല്ല, നമ്മുടെ പിതാശ്രീ മാത്രമല്ല, ഇളയച്ചൻ, ഇളയമ്മ, അനുജൻ, ഇവിടെയുള്ള എല്ലാവരും എന്നെ ഏറെ സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ പിതാശ്രീക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ? അത് നമുക്ക് സ്വപ്നത്തിൽ പോലും സങ്കല്പിക്കാനാവില്ല മാതേ. എങ്കിലും പിതാശ്രീയുടെ അവസ്ഥ ഓർക്കുമ്പോൾ ഭയവുമുണ്ട്. അവിടത്തേക്ക് അറിയാമോ, പിതാശ്രീ ഈ രാജ്യത്തിലെ പുതിയ രാജാവിന്റെ നാമം പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അവിടുന്ന് പരിഭ്രമിക്കേണ്ട. കുമാരദേവൻ സത്യമായും വളരെ നല്ലൊരു രാജാവാകും. എന്നാൽ അതിനുശേഷം പിതാശ്രീയുടെ അവസ്ഥ എന്താകും? പിതാശ്രീക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നാം എന്തു ചെയ്യുമാതെ? പിതാശ്രീ ഇല്ലാതെ നാം എങ്ങനെ ജീവിക്കും? വിജയിക്കട്ടെ.